കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അനുദിനം ഗുണനിലവാരത്തിലും മറ്റും കുതിച്ചു കയറുന്നു എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നാഴികയ്ക്ക് 40 വട്ടം വീതം ഗീർവാണം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെയേറെ അതിക്രമങ്ങളും ആക്രമണങ്ങളും വിദ്യാർത്ഥികളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ദുസ്ഥിതി നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയും വെല്ലുവിളിക്കുകയുമാണ്. ഏറ്റവും ഒടുവിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന മൃഗീയമായിട്ടുള്ള വിദ്യാർത്ഥി സംഘട്ടനം ആരെയും ലജ്ജിപ്പിക്കുന്നതും തലതാഴ്ത്തുന്നതുമാണ്. അതിനകത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇപ്പോൾ വേട്ടക്കാരനും ഇരയും ഒരേ രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകളിലെ അംഗങ്ങളാണ് എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരാഴ്ച മുൻപ് നടന്നതായിട്ടുള്ള സംഭവം വളരെ വിചിത്രമായിട്ടുള്ള ചില വസ്തുതകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള വിദ്യാർത്ഥി ഒരു ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹം SFIയിലെ ദീർഘവർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും CPM അനുഭാവികളാണ്. ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയും കാലിൽ തൊഴിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്ത ആളുകൾ SFI നേതാക്കന്മാർ യൂണിവേഴ്സിറ്റി കോളേജിലുള്ളവർ, അവരും ഈ ഇരയോടൊപ്പം തന്നെ പ്രവർത്തിച്ചവരാണ്. എന്നാൽ അവർ വേട്ടക്കാരുടെ വേഷത്തിലാണ്. എന്തൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഒരേ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ ഈ തരത്തിൽ മൃഗീയമായി, മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ക്രൂരമായി ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരം യൂണിവേഴ്സിറ്റി കോളേജ് പോലെ കലാലയ മുത്തശ്ശി എന്ന് പറയുന്ന ലോകമെങ്ങും വാഴ്ത്തപ്പെടുന്ന ഇത്രയും വലിയൊരു മഹൽ സ്ഥാപനത്തിൽ തുടരുന്നു എന്ന് പറയുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ നടത്തുന്ന ഗീർവാണങ്ങളുടെ മുൻപിൽ എത്ര അർത്ഥശൂന്യമാണെന്നാണ് ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്യുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ കൗതുകകരമായ മറ്റൊരു സംഗതി, ഇതിൽ വേട്ടക്കാരായിരുന്ന 4 വിദ്യാർത്ഥികളുടെ പേരുകളും അവരുടെ വിശദ വിവരങ്ങളും ഈ ഇരയായ കുട്ടി പോലീസിന് നൽകിയിട്ടും ഇതുവരെ ഈ 4 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായി പോലീസ് തുനിഞ്ഞിട്ടില്ല. അവരുടെ പേരിൽ ചടങ്ങിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ആ തരത്തിലൊരു അന്വേഷണ നാടകം ആരംഭിക്കാൻ കാലവിളംബമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വസ്തുത, ഈ പ്രതികളായ 4 വിദ്യാർത്ഥികളിൽ ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെയായിരിക്കും ഈ അന്വേഷണത്തിൻ്റെ സ്വഭാവമെന്ന്. പ്രതികളിൽ ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനാകുമ്പോൾ സ്വാഭാവികമായി ഈ അന്വേഷണം എവിടെ എത്തുമെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പാഴൂർ പഠിക്കലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് മുഴുവൻ അട്ടിമറിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പല സ്ഥാപനങ്ങളിൽ നടന്ന അതിക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, അതേ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നുവെന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിത്തരിക്കുകയാണ്. എന്താണ് വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന ഒരു കുട്ടി മരിച്ചു എന്ന് പറയുന്നു, ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു, കൊന്നു കെട്ടിത്തൂക്കി എന്ന് പറയുന്നു. ഇപ്പോൾ നാളുകളേറെ ആയല്ലോ. എവിടെ പോയി അന്വേഷണം? ഒരിടത്തും ആ അന്വേഷണം എത്തിയിട്ടില്ല. ആ കുട്ടിയുടെ മാതാപിതാക്കളും രക്ഷിതാക്കളുമൊക്കെ മുഖ്യമന്ത്രി, ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുൻപിൽ നിരന്തരമായി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഒരിടത്തും എത്തിയില്ല എന്നുള്ള ഒരു ദുസ്ഥിതിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനി ചുട്ടിപ്പാറ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ, പത്തനംതിട്ട ജില്ലയിലെ ഒരു സർക്കാർ നഴ്സിംഗ് കോളേജിലെ ഈ അമ്മു സജീവ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി, അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി, 21 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യാനിടയായത്. അവിടെയും സഹപാഠികളുടെ പീഡനം കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന ഒരു ഭാഷ്യം. എന്നാൽ അത് ആത്മഹത്യയാണ് എന്ന് സമ്മതിക്കാൻ ഇപ്പോഴും ആ കുട്ടിയുടെ മാതാപിതാക്കൾ പൂർണ്ണമായി തയ്യാറായിട്ടില്ല. അവിടെയും വളരെ വിശേഷകരമായിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട്. കാരണം
ഈ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ മാർക്സിസ്റ്റ് അനുഭാവികളാണ്. ഒരു ഭാഗത്ത് ഈ പിതാവ് നേരിട്ട് തന്നെ ഞാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്വേഷണത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്, അന്വേഷണം നേരായ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അന്വേഷണം നേരായ വഴിക്കാണ് പോകുന്നതെങ്കിൽ ഇതുവരെ കൃത്യമായി ആരെയും പ്രതി ചേർത്ത് ഒരു FIR അല്ലെങ്കിൽ ഒരു കേസോ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. 4 സഹപാഠികളെ അറസ്റ്റ് ചെയ്ത് 4-5 ദിവസം ജയിലിലിട്ടതിന് ശേഷം അവർക്കിപ്പോൾ ജാമ്യം ലഭിച്ചവർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം, പോലീസ് ബോധപൂർവം ഈ തരം കേസുകളിൽ ഉദാസീനത കാട്ടി തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള അവസരം പ്രതികൾക്ക് കൊടുക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസിൻ്റെ ഭാഷ്യമെങ്കിലും അവർ തിരുവനന്തപുരം നഗരത്തിലൂടെ ആറാടി നടക്കുകയാണ്. അവരെ തൊടാൻ കഴിയുന്നില്ല പോലീസുകാർക്ക്. കാരണം അവരുടെ മേലുദ്യോഗസ്ഥൻ്റെ ഒരു മകൻ തന്നെ പ്രതിപട്ടികയിലുണ്ട്. അവർക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഈ തരത്തിൽ നിർജ്ജീവവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന, ഒരളവ് വരെ പറഞ്ഞാൽ ബന്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തിൽ എങ്ങനെയാണ് ഇരകൾക്ക് നീതി ലഭിക്കാൻ പോകുന്നത്? കഷ്ടമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനുദിനം വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വെച്ചടി കയറുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ അവരുടെ ഒഴുക്കാണ് ഇവിടെ പഠിക്കാനെന്ന് കേട്ടാലൊരു തമാശയല്ലാതെ മറ്റെന്താണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കേരളത്തിലെ പോലെ ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുത്തും വെട്ടും ചവിട്ടും തൊഴിയും നടക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു അസംബന്ധമാണ്, ശുദ്ധ നെറികേടല്ലേ ആ പറയുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ 12ാം ക്ലാസ് കഴിയുമ്പോഴേ ബാങ്കിൽ നിന്ന് 30-40 ലക്ഷം രൂപ കെട്ടുതാലി പോലും പണയം വെച്ചെടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുക്കാണ് പഠിക്കാനായിട്ട്. അപ്പോൾ പൂക്കോട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തെ ഇപ്പോഴും ചുരുളഴിയാതെ കിടക്കുന്നു. ചുട്ടിപ്പാറ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ഭിന്നശേഷിക്കാരനെ ചവിട്ടി തൊഴിച്ച് അവനെ ഒരു പരുവമാക്കിയ പ്രതികളൊക്കെ സിറ്റിയിൽ കൂടെ ആറാടി ഉല്ലസിച്ച് നടക്കുമ്പോഴും പോലീസ് നിഷ്ക്രിയരായി നോക്കുകുത്തികളായി നിൽക്കുന്നു. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഇവിടെ ആർക്കാണ് നീതി ലഭിക്കുന്നത്? എവിടെയാണ് നീതി? എവിടെയാണ് പോലീസ് സംവിധാനത്തിൻ്റെ ഒരു പ്രാഗൽഭ്യം? പോലീസിനെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നില്ല, പക്ഷേ അവരെ മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ നിർജ്ജീവമാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അടുത്ത സമയത്ത് കണ്ടതാണല്ലോ, പൊതുജനങ്ങളുടെ വഴി മധ്യേ വഴി കെട്ടിയടച്ച് പന്തലിട്ട് സ്റ്റേജ് കെട്ടി ജില്ലാ സമ്മേളനം CPM നടത്തിയതായിട്ടുള്ള ഏരിയ സമ്മേളനം നടത്തിയ കാഴ്ച. ഇതാ ഹൈക്കോടതിയുടെ മുമ്പിൽ ഉദ്യോഗസ്ഥന്മാർ ഹാജരാകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അതിൻ്റെ ചൂടാരംഭമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ LDFൻ്റെ മറ്റൊരു ഘടകകക്ഷിയായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊച്ചനിയനായ CPIയുടെ ഒരു അധ്യാപക സർവീസ് സംഘടന ഒരു വരി ഗതാഗതം പൂർണ്ണമായി തടഞ്ഞ് അതിൻ്റെ നടുക്ക് പന്തലിട്ട് കസേരയിട്ട് ഈ പറയുന്ന സാധാരണ കാൽനടക്കാരുടെ വഴി പോലും തടഞ്ഞുകൊണ്ട് ഒരു ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ കെട്ടിയടച്ചിപ്പോൾ അവിടെ 36 മണിക്കൂർ രാപകൽ സമരം നടത്തുകയാണ്. ധിക്കാരമല്ലേ ഈ കാട്ടുന്നത്? ഇത് കാട്ടിലെ നീതി പോലുമല്ലല്ലോ. ഇതുപോലെ ഏത് രാജ്യത്തുണ്ട് ഈ തരത്തിൽ ധാർഷ്ട്യം അധികാരത്തിൻ്റെ ഇത് കാണിക്കുന്ന ഒരു അവസ്ഥ? ഇത് അവസാനിപ്പിച്ചെങ്കിലേ മതിയാവുള്ളൂ. പൊതുസമൂഹം ഇതെല്ലാം കണ്ട് നിർജ്ജീവമായിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശാപം. എന്തുമായി പോകട്ടെ എന്ന മട്ടിൽ ഭൂരിപക്ഷം പൊതുസമൂഹവും നിർജ്ജീവമാകുമ്പോൾ, നിസ്സംഗരാകുമ്പോൾ അതിൻ്റെ മുതലെടുപ്പ് ഈ ഞാഞ്ഞൂലുകളും അല്ലാത്തതായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുമൊക്കെ എടുത്ത് കേരളത്തെ ആകെ ഒരു ഭ്രാന്താലയം അല്ലെങ്കിൽ കുട്ടിച്ചോറാക്കിയിരിക്കുന്നു എന്ന ദുരവസ്ഥയാണ്. ഇതേ അറുതി വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്ഥിതിവിശേഷം കൂടുതൽ ഗുരുതരമാകും. ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ പൊതുസമൂഹം പൊട്ടിത്തെറിച്ചു എന്ന് വന്നേക്കാം. ഈ മാധ്യമങ്ങൾ പോലും ചില സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്ന അർത്ഥപൂർണമോ അർത്ഥമില്ലാത്തതുമായ മൗനം പോലും ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. മാധ്യമങ്ങളൊക്കെ പൊതുസമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട്
അവർക്ക് നീതിയും ന്യായവും ലഭിക്കാൻ പ്രവർത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ പലതും രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുകങ്ങളായി അധപ്പതിച്ചിരിക്കുന്നുവെന്നും ഈ സമയത്ത് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതേണ്ടത്. ഏതായാലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഈ മൃഗീയമായ കാട്ടാളത്വം അവസാനിപ്പിക്കാൻ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. യൂണിവേഴ്സിറ്റി കോളേജിൽ സംബന്ധിച്ച് അച്ചടക്ക സമിതി അന്വേഷണം നടത്തിയെന്ന് പറയുന്നു. അവരുടെ റിപ്പോർട്ട് ഇതുവരെയും പ്രിൻസിപ്പൽ ലഭിച്ചിട്ടില്ല. അവിടുത്തെ കുറേ അധ്യാപകർ രാഷ്ട്രീയത്തിൻ്റെ പിണിയാളുകളായി അവരുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. അവരിതിനൊക്കെ ഒത്താശ ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൽ വെറും നോക്കുകുത്തിയാണ്. ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ആളുകളാണ് ഈ കസേരയിൽ ഇരിക്കുന്നത്. അവരും രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകങ്ങളായി വായും പൂട്ടിയിരിക്കുന്നത് കാണുമ്പോൾ ഇവരെയൊക്കെ പുകച്ചു ചാടിക്കണം. പുറത്താക്കേണ്ട സമയവും സമാഗതമായിരിക്കുന്നു. ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവർ പ്രിൻസിപ്പലിൻ്റെ കസേരയിൽ ഇരിക്കരുത്, ഇറങ്ങി പുറത്തു പോകണം. അധ്യാപകർ ഈ രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുകങ്ങളായി അവരുടെ മൂടുതാങ്ങികളായി അധപ്പതിച്ചു പോകുന്നത് വിദ്യാർത്ഥികൾക്കൊരു വളമാണ്. ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ദുർഗന്ധപൂരിതമാകും, മലീമസമാകും, തകർന്ന് തരിപ്പണമാകുമെന്നുകൂടി ഈ സമയത്ത് പറയേണ്ടിയിരിക്കുന്നു.